PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളിക്കുന്നുവെന്ന വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. സർക്കാരിൻ്റേത് ജനവിശ്വാസത്തെ തോൽപ്പിക്കുന്ന കാൽവെപ്പാണ്, സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു എന്നാണ് സുപ്രഭാതം പത്രത്തിൽ എഡിറ്റോറിയൽ. സർക്കാരിനെ വിമർശിക്കുകയല്ല, മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നതെന്നും സുപ്രഭാതം. ധവളപത്രത്തിൽ ഒരു വരിയിൽ പോലും കേന്ദ്രത്തെ വിമർശിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തിയെന്നും വിമർശനം. സർക്കാരിന്റെ മുഖവിലാസം സുതാര്യതയാകണമെന്നും സുപ്രഭാതത്തിൽ പറയുന്നു. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, PMC വിഷയത്തിലടക്കം ഇപ്പോൾ സുപ്രഭാതം പത്രത്തിൽ അഥവാ സമസ്തയെ സംബന്ധിച്ച് ഈ സർക്കാരിന്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലേഖനത്തിൽ, എഡിറ്റോറിയലിൽ പറയുന്നത്. അതിൽ സർക്കാർ സംശയത്തിന്റെ നിഴലിലാണ്, PMC പദ്ധതിയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നാണോ ഈ മുഖപത്രം പറയുന്നത്? സമസ്തയുടെ മുഖപത്രമാണ്, അതുകൊണ്ട് തന്നെ ആ വിമർശനത്തെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുമാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. സമസ്ത ശക്തമായി എതിർപ്പുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചത് മുതൽ സമസ്ത നേതാക്കളിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വിമർശനങ്ങളിലേക്ക് അവർ കടന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ കടുത്ത വിമർശനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. PMC പദ്ധതിയിൽ സർക്കാർ ഒളിച്ചുകളി നടത്തുന്നു, നിലപാടെന്നാൽ ഒളിച്ചുകളിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന തരത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും അവർ തയ്യാറായിട്ടില്ല. ഒരു കാര്യത്തിലും ഒരു വ്യക്തതയില്ലാത്ത നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ധവളപത്രത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടില്ല, കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക സ്ഥിതി മോശമാവാനുള്ള കാരണം കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളാണ് എന്നുള്ള കാര്യം കൂടി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. ഗവർണറുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് എന്നതാണ് ഇവർ പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം പല കാര്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും തിടുക്കപ്പെട്ട് കാര്യങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്ന പല പദ്ധതികളും നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഗവർണറുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ അദ്ദേഹം അമിതാധികാര പ്രയോഗം നടത്തുകയാണ്. പക്ഷേ അതിനെപ്പോലും എതിർക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പല പദ്ധതികളും സർക്കാർ എതിർത്തപ്പോൾ, അല്ലെങ്കിൽ പഴയ UDF എതിർത്തപ്പോൾ, പക്ഷേ അതൊക്കെ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്തുകൊണ്ടാണ് ഈ വിജയം നേടിയത് എന്ന് പരിശോധിക്കുന്നതിനേക്കാൾ പഴയ സർക്കാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പരിശോധിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അതിൽ നിന്ന് ഉത്തരം ലഭ്യമാകും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അധികാര സ്ഥാനങ്ങൾ ജനങ്ങൾ നൽകിയതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അവർ നടത്തുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിനെ വിമർശിക്കുകയല്ല, ഒരു മുന്നറിയിപ്പായി കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് എന്ന് തന്നെയാണ് സമസ്ത സുപ്രഭാതം വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും സർക്കാരിനെതിരെ തുടക്കത്തിൽ തന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് PMCയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമസ്തയും സുപ്രഭാതവും കടക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അരുൺ. ഓക്കെ അഭിലാഷ്, വളരെ ഗൗരവമേറിയ വിമർശനമാണ്. അപ്പോൾ സമസ്ത നിലപാട് ഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്നല്ല പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നു. വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ ഒരു ഡിസന്റ് അറിയിച്ചില്ല, ഒരു വരി പോലും ധവളപത്രത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചില്ല. ഇപ്പോൾ PMCയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ PMCയിൽ ഒരു ഉറച്ച നിലപാട് പുതിയ സർക്കാർ എടുക്കുന്നില്ലേ എന്നൊരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും എടുക്കേണ്ട നിലപാട് PMC ഞങ്ങൾ എതിരാണ്, ഞങ്ങൾ വീണ്ടും കത്തെഴുതും എന്നൊരു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഇതിൽ നിന്ന് തലയൂരാമായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നിയമവശം പരിശോധിച്ചതിന് ശേഷമല്ലേ. അതിനു മുമ്പ് ആദ്യം വന്ന് LDF സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചതല്ലേ, ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് പറയുകയാണ്. PMCയെ പോലെ അന്ന് സർക്കാരിനെ എതിർത്ത് മുൾമുനയിൽ നിർത്തി വരച്ച എന്താണ് വളരെ നിർബന്ധിപ്പിച്ച് CPIയും ഇവിടുത്തെ മാധ്യമങ്ങളും അതേപോലെ പ്രതിപക്ഷവും കൊണ്ടാണ് അന്ന് സർക്കാരിനെ കൊണ്ട് മെമ്മോറാണ്ടത്തിൽ നിന്ന് പിൻവാങ്ങിക്കാനുള്ള കത്ത് എഴുതിപ്പിക്കുന്നത്. അങ്ങനെ വരച്ച വരയിൽ നിർത്തി സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതിനുശേഷം പുതിയ സർക്കാർ വരുമ്പോൾ അതിലൊരു അഴകുഴമ്പൻ നിലപാടുണ്ടോ എന്നുള്ളതാണ് സമസ്തയും ചോദിക്കുന്ന ചോദ്യം. അത് നിലപാടില്ലായ്മയായി അത് വ്യാഖ്യാനിക്കപ്പെടും, അത് സാഹചര്യം ഒരുക്കരുത് എന്നാണ് പറയുന്നത്. അത് ഒന്നിലധികം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സമസ്ത പത്രത്തിലെ വിമർശനമുള്ളത്. അത് സർക്കാർ ഗൗരവമായി പരിഗണിക്കുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് PMC പോലെ വന്ദേമാതരം പോലെ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളിൽ കുറച്ചുകൂടി ആർജവമുള്ള നിലപാടുകൾ ഈ സർക്കാരിൽ നിന്ന് പത്രവും സമസ്തയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്.